നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും അന്തരീക്ഷത്തോടും സർവചരാചരങ്ങളോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടൂ. സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ ചാപ്റ്റർ 3 കിടക്കുകയാണ്. ചാപ്റ്റർ 3 ഒന്നാമത്തെ ഖണ്ഡം, സൂര്യൻ ദേവന്മാരുടെ തേൻ എന്ന രൂപത്തിൽ, അതാണ് ഇതില് ടോപ്പിക്. ഋഗ്വേദം ഒന്നാമത്തെ ശ്ലോകം, ഓം അസൗ വാ ആദിത്യോ ദേവമധു തസ്യ ദ്യോര ഏവ തിരശ്ചിന വംശോന്തരീക്ഷം അപ്പൂപ മരീചയ പുത്ര. തീർച്ചയായും സൂര്യൻ ദേവന്മാരുടെ തേനാണ്. ഇതിൽ ആകാശം കഴുക്കോലാണ്, അന്തരീക്ഷം തേനീച്ചക്കൂടാണ്, വെളിച്ചത്തിന്റെ കണികകൾ അതിന്റെ കുഞ്ഞുങ്ങളാണ്. സൂര്യൻ ധ്യാനത്തിന്റെ ധ്യേയ വസ്തുവാണ്. ആകാശത്തെ ഈ തേനീച്ചക്കൂട് തൂങ്ങിക്കിടക്കുന്ന കഴുക്കോൽ ആയി കരുതാം. രണ്ടാമത്തെ ശ്ലോകം, തസ്യ യേ പ്രാഞ്ചോ രസ്മയ താ ഏവാസ്യ പ്രാച്യോ മധുനാദ്യ ഋച്ച ഏവ മധുകൃത ഋഗ്വേദ ഏവ പുഷ്പം താ അമൃത ആപ താ വാ ഏത ഋചഃ. സൂര്യൻ കിഴക്ക് നിന്നുമുള്ള കിരണങ്ങൾ അതിന്റെ കിഴക്കുഭാഗത്തുള്ള കോശങ്ങളാണ്. ഋക്കുകൾ തേനിന്റെ സഷ്ടാക്കളാണ്. ഋഗ്വേദം ആ പുഷ്പമാണ്. ആ ജലങ്ങൾ അമൃതമാണ്. ആ ഋക്കുകൾ തേനീച്ചകൾ ആണ്. ഋഗ്വേദ പുഷ്പങ്ങളിൽ നിന്നും എടുക്കുന്ന നീര് എടുത്ത് ഋക്കുകൾ തേൻ ഉണ്ടാക്കുന്നു. മൂന്നാമത്തെ ശ്ലോകം, ഏതം ഋക് വേദം അഭ്യതമസ് തസ്യാഭിതപ്തസ്യ യശസ് തേജ ഇന്ദ്രിയം വീര്യം അന്നാദ്യം രസോജായതേ. അവർ ഋഗ്വേദത്തിന്മേൽ ചിന്തിച്ചു. അങ്ങനെ ആലോചിച്ച് അതിൽ നിന്നും അതിന്റെ സത്തയായ യശസ്, പ്രശസ്തി, വൈഭവം, ഇന്ദ്രിയങ്ങളുടെ ശക്തി, പ്രത്യുൽപാദന ശക്തി, ഭക്ഷണവും ആരോഗ്യം എല്ലാം ലഭിക്കുന്നു. നാലാമത്തത്, തത് വ്യക്ഷരത് തത് ആദിത്യം
അഭിതോശ്രയാത് തത് വാ ഏതത് യതത് ഏതത് ആദിത്യസ്യ ലോഹിതം രൂപം. അത് പ്രവഹിച്ച് സൂര്യനിലേക്ക് പോയി. അതാണ് സൂര്യന്റെ ചുവപ്പ് നിറത്തിന്റെ കാരണം. നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്താണ്, ഈ സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ ലിറ്ററേച്ചേഴ്സും മെറ്റാഫേഴ്സിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ പഞ്ചതന്ത്ര കഥയിലൂടെ അല്ലെ ജാതക ടേസിലൂടെ കുട്ടികൾക്ക് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മളുടെ ഈ ഒബ്ജക്റ്റീവ് യൂണിവേഴ്സിൽ കാണുന്ന വസ്തുക്കൾ നമ്മൾ ശരിക്ക് ഒബ്സർവ് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് ഹയർ ആയിട്ട് റിയാലിറ്റീസ് മനസ്സിലാക്കി തരിക. ഇതാണ് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ലിറ്ററേച്ചറിന്റെ സ്വഭാവം. അപ്പൊ ഇവിടെ നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ, നമ്മൾ ദൃശ്യപ്രപഞ്ചത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വസ്തു എന്താന്ന് വെച്ചാൽ സൂര്യനാണ്. നമ്മുടെ ജീവിതത്തിൽ സൂര്യനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സൂര്യൻ ഇല്ലെങ്കിൽ ജീവനില്ല ഭൂമിയിൽ. അപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് ഈ ക്രിയേഷന്റെ, ഭൂമിയിലുള്ള ക്രിയേഷന്റെ എസൻസ് ആണ്, സത്തയാണ്. സൂര്യനിൽ നിന്നാണ് ഭൂമി ഉണ്ടാവുന്നത്, ഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്, ഗ്രഹങ്ങളിലെ ജീവജാലങ്ങൾ ഉണ്ടാവുന്നത്. സൂര്യന്റെ കിരണങ്ങളാണ്. ആദ്യം സൂര്യന്റെ ഊർജം അത് തന്നെ മാറ്റർ ആവുന്നു. മാറ്റർ തന്നെ പിന്നീട് പല പല ഗ്രഹങ്ങളായിട്ട് മാറുന്നു. അപ്പൊ ആദ്യം ഗ്രഹങ്ങളെല്ലാം ഈ തരത്തില് വളരെ സെമി ലിക്വിഡ് ആയിരുന്നു എന്ന് നമ്മുടെ സയൻസ് പഠിച്ചാൽ അറിയാം. അപ്പൊ ലൈറ്റ്, എനർജി, മാറ്റർ ഇങ്ങനെ മാറുന്നു. പിന്നെ അത് ഓരോ സോളിഡ് ഗോളങ്ങളായിട്ട് മാറുന്നു. അതിൽ ആവശ്യത്തിന്റെ ആ ടെമ്പറേച്ചർ വരുമ്പോൾ അവിടെ ജീവജാലങ്ങൾ വരുന്നു. അപ്പോൾ അവിടെ ബോധം ഉണരുന്നു. അപ്പോൾ അന്തർലീനമായ ബോധം ഉണർന്ന് ജീവജാലങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഭൂമി. പ്രപഞ്ചത്തിലുടനീളം ഏത് നക്ഷത്രം എടുത്താലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സൗരയൂഥത്തിന്റെ എസൻസ് സൂര്യനാണ്. അപ്പൊ ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ്, ആകാശത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചിട്ട്. ചന്ദ്രനും കൂടി പ്രകാശം നൽകുന്നത് സൂര്യൻ തന്നെയാണ്. അപ്പൊ ആകാശത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ് സൂര്യൻ. ഇതാണ് ഋഗ്വേദം. നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഇത് അങ്ങനെ എല്ലാം നമുക്കറിയാം, പക്ഷെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ ആ ആകാശം എന്ന് പറയുമ്പോൾ എം ടി സ്പേസ് അല്ല, അതാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇപ്പൊ സയൻസ് പറയുന്ന സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം വൈബ്രേഷൻസ് ആണ്. ശരിക്കും അവിടെ സ്പേസ് വാക്യൂറ്റി അല്ല, വാക്യൂം അല്ല. അപ്പൊ നമ്മുടെ അന്തരീക്ഷത്തിൽ നിറച്ചും വൈബ്രേഷൻസ്. അതിന്റെ പുറകിലുള്ള ആകാശം. ആകാശം എന്നുള്ള ശരിക്കുള്ള കോൺസെപ്റ്റ് അതാണ് ശരിക്കും ഈ പ്രപഞ്ചത്തിന്റെയും ക്രിയേഷൻ അടിത്തറ എന്ന് ബാബുജി മഹാരാജ് പറയുന്നത്. അപ്പൊ ആ സ്പേസിന്റെ തലത്തിൽ അവിടെ അബ്സല്യൂട്ടാണ്, തമ്മാണ് ആ ആകാശം. ആ സ്ഥലത്തിൽ നിന്നും വൈബ്രേറ്ററി ലെവൽസ് വരുമ്പോൾ അതിനെ ക്ഷേത്രം എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് അന്തരീക്ഷത്തെ ക്ഷേത്രം എന്ന് പറയാം. അപ്പൊ അത് പല ലെവൽസും ഉണ്ട്, പല ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ് ഉണ്ട്. അപ്പൊ ഈ അന്തരീക്ഷത്തിന്റെ തലത്തിലുള്ള വൈബ്രേഷൻസ് അതാണ് പിന്നീട് ഈ പ്രപഞ്ചത്തിന്റെ ക്രിയേഷൻ ആയിട്ട് മാറുന്നത്. പല പല സ്ഥലത്തും ഇത് എന്താ പറയുക, ഗ്രോസ് ആയിട്ട് നിൽക്കുന്നു. അത് പ്ലാനറ്റ്സ് ആവും. അതിന്റെ ഇടയിൽ പ്ലാനറ്റ്സ് അല്ലാത്ത ഭാഗത്തൊക്കെ എനർജി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫ്ലോസ് അവിടെ ഉണ്ട്. അതിന്റെ ഇടയിൽ ഇത് ഈ ഫോഴ്സ് കൺജീൽഡ് ആവുന്നതാണ് ഗ്രഹങ്ങൾ എന്നാണ്, നക്ഷത്രങ്ങൾ. ഈ കൺജീൽഡ് ആവുന്നതിന്റെ ആദ്യത്തെ ഘട്ടമാണ് സൂര്യൻ, എനർജിയുടെ സ്രോതസ്. സൂര്യന്റെ കിരണങ്ങളിൽ നിന്നാണ് മറ്റുള്ള ചരാചരങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്, സൂര്യന്റെ കിരണങ്ങളിൽ നിന്നാണ് നമ്മളെല്ലാവരും, അത് കോശങ്ങളാണ്. അപ്പൊ ഇത് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ശരിക്കും ആ എനർജി തലത്തിലേക്ക് ഉയരാൻ പറ്റുന്ന വ്യക്തികൾ, ഋക്കുകൾ, അവരതിന്റെ എസെൻസ് മനസ്സിലാക്കും. എസെൻസിൽ മനസ്സിലാക്കിയിട്ട് ഈ ഭൂമിയിലെ പൂർണ്ണമായിട്ട് ജീവിതം ജീവിക്കും. ഈ ലൈഫിൽ കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എസെൻസിലെത്തിയാൽ നമുക്ക് കിട്ടും. ജ്ഞാനത്തിന്റെ ഹയർ ആൻഡ് ഹയർ ലെവൽസ്. ഇപ്പോൾ സയന്റിഫിക് ഡിസ്കവറീസ് തന്നെ കൂടുതൽ കൂടുതൽ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫീൽഡിലേക്കൊക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ക്വാണ്ടം റിയാലിറ്റീസിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒന്നിനെ വേറൊന്നാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബോഡി എടുക്കാനും വേറെ ബോഡി ആക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമുക്ക് ടി വിയിൽ പിക്ചറായിട്ട് കാണുന്നു, റേഡിയോയില് ന്യൂസ് ആയിട്ട് കേൾക്കുന്നു, മൊബൈലില് നമുക്ക് ശബ്ദമായിട്ട് കേൾക്കുന്നു. നമുക്ക് അത് തന്നെ പിക്ചേഴ്സ് ആയിട്ട് അൾട്രാസോണോഗ്രാഫി, പിന്നെ മാഗ്നറ്റിക് ഇമേജസ്, ഇതൊക്കെ ശരിക്കും വൈബ്രേഷൻസിനെ ഒന്നിന് മറ്റേ തരത്തിലേക്ക്. അതാണ് ക്വാണ്ടം ഫിസിക്സ്. അപ്പൊ നമ്മൾ ശരിക്കും ക്വാണ്ടം ഫിസിക്സ് ദിവസേന ഉപയോഗിക്കുന്നുണ്ട്. നമ്മളത് മറന്നു പോവാണ്, മനസ്സിലാവുന്നില്ല.
അപ്പൊ ഈ ഒരു ക്വാണ്ടം റിയാലിറ്റിയിലേക്കിനെ പറ്റിയിട്ട് ഇവിടെ ചാന്തോക്യ ഉപനിഷത്ത് പറയുന്നു. അപ്പൊ എത്ര ഹൈ ലെവലിലുള്ള തോട്ടാണ് ഇവിടെ ഈ ചാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സിന്റെ എസൻസിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സൂര്യനെ പോലെ തന്നെ ആയി. ചാരിജി മഹാരാജ് പറയും എസെൻസ് ഓഫ് ദി യൂണിവേഴ്സ് ഇസ് ലവ് എന്നാണ്. നമ്മൾ 5 എലിമെന്റ്സിലൂടെ നമ്മൾ പൂർണ്ണ ജ്ഞാനം നേടി യാത്ര കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ എസെൻസ് സ്നേഹമാണ്. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഓരോന്നിലും തന്നെ തന്നെ ദർശിക്കാൻ പറ്റുന്നു. സൂര്യനാണ് അങ്ങനെ. സൂര്യന് തന്നെ തന്നെയാണ് എല്ലായിടത്തും, തന്റെ കിരണങ്ങളാണ് എല്ലായിടത്തും കാണുന്നത്. താനല്ലാതെ വേറൊന്നും സൂര്യന് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് സൂര്യൻ എല്ലാവർക്കും ഒരേപോലെ പ്രകാശിക്കുന്നു. അത് യൂട്ടിലൈസ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പൊ ആ ഒരു തരത്തില് ഒരു സ്റ്റേജിലേക്ക് ഒരു ഋഷി അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സീക്കർ എത്തിച്ചേരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ഈ പ്രപഞ്ചത്തിനുള്ള പ്രകാശം നൽകുന്ന ഒരു സൂര്യനായിട്ട് മാറും. അതുകൊണ്ടാണ് പലരും പറയുന്നത് ബിക്കം സൺസ് എന്ന് പറയുന്നത്, സൂര്യനായി മാറൂ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേപോലെ വെളിച്ചം നൽകുന്ന സൂര്യനായി മാറും. ഇതാണ് ചാന്തോക്യ ഉപനിഷത്തിൽ ഇവിടെ പരാമർശിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ചാന്തോക്യ ഉപനിഷത്തിന്റെ ഈ ഡെപ്തിലുള്ള അറിവുകൾ, എല്ലാ ഉപനിഷത്തും ഡെപ്തിൽ അറിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇത് സാധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹാർട്ട്ഫുൾ സഹജമാർഗ സിസ്റ്റം ഇതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള സരളമായിട്ടുള്ള വഴിയാണ്, ലളിതമായിട്ടുള്ള വഴി. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് ഇൻട്രൊഡക്ടറി സിറ്റിംഗ്സ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.